നമ്മള് പാർട്ട്നേഴ്സ് എന്ന് പറഞ്ഞ സിനിമ നമ്മൾ 28-ാം തീയതി റിലീസ് ആവുകയാണ്. നവീൻ നേരത്തെ പറഞ്ഞ പ്രൊഡ്യൂസർക്ക് കൈമാറാൻ പറയാനില്ല. അപ്പൊ നേരത്തെ ഇങ്ങനെ പ്രൊഡ്യൂസർ സംസാരിക്കുമെന്ന് പറഞ്ഞ പോലെ പണ്ടതുപോലെ കഥ പറഞ്ഞിട്ട് നവീൻ പറഞ്ഞാണ് ബാക്കി കാര്യങ്ങൾ പ്രൊഡ്യൂസർ സംസാരിക്കും. പിന്നീട് ഞങ്ങൾ ഞെട്ടലോടെയാണ് പ്രൊഡ്യൂസർ ശമ്പളം സത്യമായിട്ട് പറയുന്നത്. പക്ഷെ അത് നമ്മള് വളരെ മനോഹരമായിട്ട് ഈ സിനിമ ഷൂട്ട് ചെയ്തു. നമ്മള് കൊല്ലപ്പള്ളി ബാക്കി പറയിപ്പിക്കില്ല. അപ്പോ നമ്മളത് വളരെ രസകരമായി ഷൂട്ട് ചെയ്തു. ഈ ഷൂട്ടിംഗ് വേളയിൽ ധ്യാൻ ശ്രീനിവാസൻ എന്ന അദ്ഭുത പ്രതിഭ എനിക്ക് പരിചയപ്പെടാൻ അങ്ങനെ അവിടെ വെച്ചാണ് ധ്യാൻ ശ്രീനിവാസൻ എന്ന തുറന്ന പുസ്തകത്തിന്റെ ഒരു കോപ്പി എനിക്ക് കിട്ടിയത്. അതിൽ ഒരുപാട് സന്തോഷം. ഞാൻ ഈ സിനിമ ചെയ്തതിൽ എനിക്ക് ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ അത് ഞാൻ ഓണസ്റ്റ് ആയിട്ട് പറയുന്നതാണ്. ഞാൻ ധ്യാനിനെ പരിചയപ്പെട്ടാണ് 2021 അല്ലെങ്കിൽ 2022 ഞാൻ ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യം ധ്യാനിനെ പരിചയപ്പെട്ടതാണ്. അതുപോലെ തന്നെ കൊല്ലപ്പള്ളി അതിന്റെ ബാക്കി പത്രം നടന്നുകൊണ്ടിരിക്കുന്നു, ഞാൻ കൊടുക്കുന്നുണ്ട്. ഷാൻചേട്ടാ ബാക്കി നമുക്ക് വാങ്ങിച്ചെടുക്കണ്ടേ? അപ്പോ അങ്ങനെ നമ്മൾ ഒരുപാട് ഒരു 10-40 ദിവസം കൊണ്ട് നമ്മള് ഒരുപാട് എൻജോയ് ചെയ്തൊരു സിനിമയാണ്. ആ ഒരു സൗഹൃദം നല്ലൊരു സുഹൃത്തുക്കളാണ് നമ്മളെല്ലാവരും. ഈ സിനിമ വരുന്നുണ്ട്, അത് നിങ്ങൾ എല്ലാവരും കണ്ട് സ്വീകരിക്കുമെന്ന് വിശ്വസിക്കുന്നു. ശ്രീകാന്ത് ചോദിച്ചോ നിങ്ങൾ? അനുഷേട്ടാ, ഈ ധ്യാൻ ചേട്ടനിലെ സ്റ്റോറി ടെല്ലറിനെ ആദ്യമായിട്ട് നേരിട്ട് കാണുകയും കേൾക്കുകയൊക്കെ ചെയ്ത ആള് അനുഷേട്ടനാണെന്ന് പറയുകയുണ്ടായി. അപ്പം അതിലൂടെ എന്തൊക്കെയാ മനസ്സിലാക്കിയത്? കഥ പറച്ചിലാണോ അതോ കഥകളുടെ പുതുമയാണോ? വളരെ ജെന്യുവിനാന്ന് തോന്നി. ഇപ്പൊ ഞാനും സഞ്ജു ഒക്കെ പാർട്ട്നേഴ്സ് എന്നുള്ള സിനിമ ഷൂട്ടിൽ ലൊക്കേഷനിൽ വെച്ചിട്ടാണ്. പക്ഷെ നമുക്ക് എത്രയോ വർഷങ്ങൾ പരിചയമുള്ള ഒരാളെ പോലെ ഇപ്പൊ നമ്മളെന്തോ ചെറുപ്പത്തിലെ കൂട്ടുകാരാണെന്നുള്ള രീതിയിലേക്ക് ഞങ്ങൾക്ക് പെരുമാറി. ആ ഒരു സ്റ്റാർട്ട് പരിപാടികളൊന്നും ഉണ്ടായിരുന്നില്ല. വന്നു കണ്ടു കീഴടക്കി എന്ന് പറയുന്ന പോലെയുണ്ട്. പിന്നെ കുറെ കഥകൾ പറഞ്ഞ് ആ കഥകളാണ് പിന്നീട് ഞങ്ങൾ ഇന്റർവ്യൂവിൽ കാണുന്നത്. അപ്പൊ അതിൽ വളരെ സത്യസന്ധതയുണ്ട്. അപ്പൊ ഇപ്പം പറഞ്ഞ പോലെ തന്നെ എനിക്കും ആ വർഷം എനിക്ക് ഏറ്റവും വലിയ പ്രിയപ്പെട്ടതായി ഞാൻ കാണുന്ന ഇപ്പോഴും കൊണ്ടുനടക്കുന്ന നല്ല സൗഹൃദമാണ് ധ്യാന്റെ.